അദ്ദേഹം ചോദിക്കൂ. ഹരിശേട്ടാ നമസ്കാരം, എൻ്റെ പേര് അരുൺ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം പാട്ടിൻ്റെ കാലഘട്ടങ്ങൾ ഇങ്ങനെ മാറി വരുന്നുണ്ട്, ഭാവുകത്വങ്ങൾ മാറി വരുന്നുണ്ട്. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഴയ പാട്ടുകൾ കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് ഒരു 2000-നൊക്കെ ശേഷം പാട്ടുകളുടെ രീതിയൊക്കെ വല്ലാതെ മാറിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് പാട്ടിനെക്കുറിച്ച് വലിയ രീതിയിൽ പറയാൻ അറിഞ്ഞൂടെങ്കിലും ഇപ്പോൾ വരുന്ന പാട്ടുകളൊക്കെ സ്ട്രിങ് കൂടുതലുള്ള പാട്ടുകൾ, പ്രത്യേകിച്ച് തബലയൊക്കെ ഒഴിവാക്കിയിട്ടുള്ള പാട്ടുകൾ വരുന്ന സമയത്ത് അത് ഈ ജനറേഷൻ ഇങ്ങനെ ആയിരിക്കും എന്ന് കരുതി ഇപ്പോഴുള്ള സംഗീതജ്ഞന്മാർ ഉണ്ടാക്കുന്നതാണോ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു ജനതയെ ഈ തരത്തിലുള്ള പാട്ടുകൾക്ക് കേട്ടാൽ മതി എന്ന് കരുതി അവർ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളെ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന പാട്ടുകളാണ്? അതേസമയം ചില എക്സെപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് ശരി തന്നെ, എങ്കിൽ കൂടി അങ്ങനെയല്ലാത്ത പാട്ടുകളാണ് വരുന്നത്. വേറെ ഒരു കാര്യം കൂടി പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വരുന്ന സിനിമകളൊക്കെ ഒരുപക്ഷെ വില്ലനിസത്തിനൊക്കെ പ്രാധാന്യം കൂടി വരുന്ന സിനിമകളിൽ വരുന്ന പാട്ടുകൾ ചിലപ്പോൾ കുറച്ച് വിഗറസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വരികളൊക്കെ വരുന്ന പാട്ടുകൾ, ഈ പാട്ടുകളോടൊക്കെ എങ്ങനെയാണ് താങ്കളുടെ ഒരു പ്രതികരണം എന്നോട് അറിയാൻ താല്പര്യമുണ്ട്. താങ്ക് യു. രണ്ടാമത്തേലേക്ക് ഞാൻ പിന്നെ വരാം. ആദ്യത്തിലേക്ക് വെൻ ഐ വോണ്ട് ടു സേ ദിസ്, മലയാളത്തിൽ ഒരു പക്ഷേ ഈ ഇലോക്വൻസിൽ എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ പറയാം. വെൻ യുവർ എക്സെപ്ഷൻ ബിക്കംസ് അതർ പീപ്പിൾസ് റൂൾ, you become old. നമ്മളെ പ്രായം ആക്രമിച്ചിരിക്കുന്നു. അതാണ് അതിലെപ്പോഴത്തെ പിള്ളേർ തന്ത വൈബ് എന്നൊക്കെ വിളിക്കും. തന്ത വൈബ് എന്നൊക്കെ അല്ല, ഇത് ഞാൻ പറയട്ടെ, ഇതെൻ്റെ പേഴ്സണൽ അനുഭവമാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ മുക്കാബല കേട്ടപ്പോൾ എന്ത് വൃത്തികേടാണ് രാവിലെ പ്ലേ ചെയ്തിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഇതേപോലെയാണ് ഞാൻ പ്രതികരിച്ചത്. അപ്പൂപ്പന് വയസ്സായി, കാലഘട്ടം മാറി. ഇന്ന് എനിക്ക് 45 വയസ്സാവുമ്പോൾ പിള്ളേർ ഇത് എന്നോട് പറയുന്നു, ചേട്ടന് വയസ്സായി, അമ്മാവന് വയസ്സായി. ഈ സംഗീതത്തിന് ആത്യന്തികമായി എല്ലാ കാലഘട്ടത്തിലും നല്ല പാട്ടുകളും നല്ലതല്ലാത്ത പാട്ടുകളും ഉണ്ടായിട്ടുണ്ട്. ഇത് പാട്ടിൻ്റെ സവിശേഷതയാണ്. ഒരു കാലത്തും ഒരു പ്രത്യേക സംഗീത അവതരണ ശൈലി മാത്രമാണ് നല്ലതെന്ന് തോന്നുന്നത് നമ്മളുടെ തന്നെ നൊസ്റ്റാൾജിയയിൽ നമ്മൾ കുരുങ്ങിപ്പോകുന്നതുകൊണ്ടാണ്. നമുക്കെല്ലാവരുടെയും നമ്മുടെ ഗൃഹാതുരത്വം, നമ്മളുടെ ചൈൽഡ്ഹുഡ്, നമ്മളുടെ ഗോൾഡൻ ഇറ, ഇതൊരു കൂടാണ്. അതിൽ നിന്ന് പറന്നുയരാൻ നമുക്ക് സാധിക്കില്ല. അത് ആത്യന്തികമായി മനുഷ്യന് സാധിക്കാത്തത് കൊണ്ട് പുതിയതായിട്ട് എന്ത് കേൾക്കുമ്പോഴും നമുക്ക് തോന്നുന്നത് എൻ്റെ കാലത്തുള്ള പാട്ടുകൾ എത്ര നല്ലതായിരുന്നു. ഇന്ന് 20 വയസ്സുള്ള കുട്ടികൾ 20 കൊല്ലം കഴിയുമ്പോൾ ഇതാണ് പറയാൻ പോകുന്നത്, എൻ്റെ കാലത്തുള്ള പാട്ടുകൾ എത്ര നല്ലതായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബ്രോ, എനിക്ക് സംഗീതത്തിൽ ഇപ്പോൾ ഉള്ള പാട്ടുകൾ പഴയ പാട്ടിനേക്കാളും ഉയർന്നതാണെന്നോ താഴ്ന്നതാണെന്നുള്ള അഭിപ്രായമല്ല. വളരെ മോശപ്പെട്ട പാട്ടുകൾ 90കളിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു തരത്തിലും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കാത്ത പാട്ടുകളും ഒരുപാട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പം 2000s ലേറ്റിൽ വന്ന ഒരുപാട് പാട്ടുകൾ, ബ്യൂട്ടിഫുൾ സോങ്സ് ഇപ്പോഴത്തെ കമ്പോസേഴ്സ് ക്രിയേറ്റ്